ഹായ് ഹലോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഗോൾഡൻ ബെറീസ്. അപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 6 മണി നേരത്തൊക്കെയാണ് മിക്കപ്പോഴും എണീക്കുന്നത്. പിന്നെ കുഞ്ഞിന് സ്കൂളിൽ ചോറ് കൊടുത്തു വിടുന്ന ദിവസം രാവിലെ ഒരു 5:30-ക്കൊക്കെ എണീക്കാറുണ്ട് കേട്ടോ. 5:30 5:45 എണീക്കാറുണ്ട്. കുഞ്ഞിന് 8 മണിക്ക് സ്കൂളിൽ പോകണം. 8:15 ആകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ നല്ല ലൈറ്റൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ചില ദിവസം 6 മണി 6:30 ആയാലും നല്ല ഇരുട്ടായിരിക്കും. പക്ഷേ ഇന്ന് അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് വലിയ തണുപ്പും തോന്നിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പവും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും മിക്ക ദിവസവും നമ്മൾ ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. കാരണം അപ്പവും ചിക്കൻ സ്റ്റൂ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ തേങ്ങ തിരുമാനുള്ള മടി കൊണ്ട് അങ്ങനെ ഇതങ്ങ് ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റൂ വെക്കാൻ അത്യാവശ്യം ഈസിയൊക്കെ തന്നെയാണ്. പക്ഷെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് കടയിൽ പാൽ കോക്കനട്ട് മിൽക്ക് പൗഡറിനേക്കാളും ഇഷ്ടം വീട്ടിൽ തേങ്ങ തിരുമ്മി പാലെടുത്തുണ്ടാക്കുന്നതാണ്. കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. നമ്മളുടെ വിലയുടെ അനുസരിച്ച് നമുക്ക് അത്രയും ചാറ് കിട്ടില്ല. വീട്ടിലാവുമ്പോൾ നമ്മൾ തേങ്ങ തിരുമുന്ന പാട് നമ്മൾക്ക് എത്ര വേണേലും ചാറ് ഇടാൻ പറ്റും കേട്ടോ. ഞാൻ അത്യാവശ്യം ഇങ്ങനെയൊക്കെ നോക്കി ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. വിലയൊക്കെ ഞാൻ നോക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ ഒരു ചെറിയ കറുവയും ഗ്രാമ്പൂവും ഏലക്കയും കൂടെ പൊട്ടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇതിപ്പോൾ പനിക്കൂർക്ക് എന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പല്ലി വരാതിരിക്കാനാണ് കേട്ടോ. അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങളും കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ പനിക്കൂർക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നല്ലതാണ് കേട്ടോ. ഈ വെള്ളത്തിലിട്ട് വെക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ചട്ടികൾ കിട്ടും. ആ ചട്ടിക്കകത്ത് കുറച്ച് മണ്ണിട്ട് ഈ പനിക്കൂർക്ക സൺലൈറ്റ് കിട്ടുന്നിടത്തോട്ട് വിടുകയാണെങ്കിൽ നമ്മൾ വിൻഡോസ് ഓപ്പൺ ചെയ്യുന്ന അവിടെയൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം അത് പെട്ടെന്നിങ്ങനെ ഇലകളൊന്നും വാടി പഴുത്ത് താഴെ വീഴില്ല കേട്ടോ. അപ്പം ഈ പനിക്കൂർക്ക സെറ്റപ്പ് അടിപൊളിയാണ് കേട്ടോ. പല്ലിയെ നമുക്ക് ഒഴിവാക്കാൻ നല്ലതാണ്. കിച്ചണിൽ പല്ലി വരുന്നതും പാറ്റ വരുന്നതും എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ചില ട്രിക്സൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളിവിടെ വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ ഈ പനിക്കൂർക്ക സംഭവം. അപ്പോൾ ഇതെല്ലാം എണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളകാണ് കേട്ടോ ഇട്ടത്. സ്റ്റൂ വെക്കാനിപ്പം ഒരുവിധം എല്ലാവർക്കും ഒരു ഐഡിയ കാണുമല്ലോ. സ്റ്റൂവിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. മമ്മി വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. നമ്മൾ ഗരം മസാല പൊടിക്കുമ്പോൾ കുറച്ച് പെരുംജീരകം കൂടുതലിടണം. അപ്പോൾ ഗരം മസാലയെ പിന്നെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മമ്മിയുടെ ഗരം മസാല പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന എല്ലാ കറികളും പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഞാൻ പറയുന്നത് ഭയങ്കര ടേസ്റ്റ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പം വീട്ടിൽ നമ്മൾ മാക്സിമം ഗരം മസാല ഉണ്ടാക്കി എടുക്കുന്ന കേട്ടോ എപ്പോഴും നല്ലത്. കടയിൽ നിന്ന് മേടിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കറിയും കൂടെ കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എനിക്കറിയില്ല കേട്ടോ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടുമോ എന്നറിയില്ല. അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾ അത് തന്നെ ഇട്ടോളൂ കേട്ടോ. അപ്പം നമുക്ക് നമ്മളുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒന്നാം പാലിൽ കിടന്ന് ഈ പീസസും കിഴങ്ങും എല്ലാം ഒന്ന് വെന്ത് വരണം. നമ്മൾക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്ക് കുറച്ച് ഇങ്ങനെ ചീൻചട്ടിയിലൊക്കെ കിടന്ന് ഇങ്ങനെ വെന്ത് അങ്ങനെ വരുന്ന കേട്ടോ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം. അപ്പം ഇനി ഇതിവിടെ കിടന്നൊന്ന് വെന്ത് വന്നോട്ടെ. ആ സമയത്ത് നമ്മളുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമുക്കിനി അപ്പം ചൂടാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് അധികം പാലെടുത്തായിരുന്നു. അപ്പോൾ ബാക്കി വന്ന പാലും ഒന്നാം പാലൂടെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളിത് രണ്ടാം പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നി ആ ഉപ്പൂടി ഇട്ട് കൊടുത്തു. നമ്മളുടെ ഒന്നാം പാൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് കുറുകി അതേ കിടന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ മല്ലിയിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇപ്പം മല്ലിയില രാവിലെ എടുക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഇടുന്നില്ല. കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത പാലിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കറിക്ക് കുറച്ച് കൊഴുപ്പൊക്കെ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് നട്ട്സ് അരച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ നട്ട്സ് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ വല്ലതും കുറുക്കി ചേർത്താലും മതി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ എനിക്കിഷ്ടം പൊതുവേ.
ഇനി അപ്പോൾ ഇച്ചിരി ഷീറ്റ് അതേ ഒന്നും മിണ്ടാതെ ഇനി കാലം പുള്ളിയാണ് മിണ്ടത്തില്ല അതുപോലെ കണ്ണത്തില്ല ഒന്നും